ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച, നിങ്ങൾക്കറിയാലോ, ശനി ഞായറും ആയിക്കഴിഞ്ഞാൽ ഈ വീട് തല കുത്തി നിർത്തും കുട്ടികൾ. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം അങ്ങനത്തെ വീഡിയോസാണ് കേട്ടോ എൻ്റെ കയ്യിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂറും നമ്മളുടെ കുട്ടികൾ ഇന്ന് പുറത്ത് ഞങ്ങൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുൾ ടൈം അകത്തായിരുന്നു. അപ്പോൾ അവർ അകത്ത് ഒരു പരിധി വരെയല്ലേ ഇരിക്കുള്ളൂ, നമ്മളെ പോലെ കുട്ടികളല്ലേ. അപ്പോൾ അവരുടെ ഓരോ ദിവസത്തെ ഓരോ നേരത്തെ ഓരോ കുറുമ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ മൊത്തം. അപ്പോൾ രാവിലെ ഇതൊക്കെ 3 പേര് കുട്ടപ്പന്മാരായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നു കേട്ടോ. രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡി ആയിട്ട് വന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഇത് ഈ ചേട്ടനും ഞങ്ങൾ ഫ്രണ്ട്സാണ്, വി ആർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കണത് കേട്ടോ. അപ്പോൾ ഡിമ്പിൾ കളിയാക്കായിരുന്നു എത്ര നേരത്തേക്കായിരുന്നു. പക്ഷെ അവരങ്ങനെ അങ്ങനെ എന്താ പറയുക, തല്ലൂടെ എടുക്കൊന്നും ഇല്ല, വളരെ അപൂർവമാണ് കേട്ടോ. പിന്നെ കുട്ടികളല്ലേ, കുട്ടികളെന്നല്ല നമ്മൾ മുതിർന്നവർ വരെ ഒരു എന്താ പറയുക, ഇടയ്ക്കൊന്ന് വാക്ക് തർക്കമുണ്ടാവും. പിന്നെ ഇപ്പോൾ കുട്ടികളുടെ കാര്യം പറയാണ്ട്, എന്നാലും സാധാരണ വിട്ട് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, കാര്യമാവാറില്ല ഒന്നും. അങ്ങനെ രാവിലെ എണീറ്റ് പരിപാടികളും കാര്യങ്ങളൊക്കെ മൊത്തമൊക്കെ ഒന്ന് നോക്കി കയറി വരുമ്പോഴേക്കും ഫസ്റ്റ് ട്രിപ്പ് അവരുടെ കളി കഴിഞ്ഞിട്ട് കയറി തുടങ്ങിയിട്ടോ. അങ്ങനെ ഇന്ന് 3-ാം തീയതി. അപ്പോൾ ഞാൻ പറയാമായിരുന്നു ഇനിയിപ്പോൾ പൂരത്തിന് 2-3 ദിവസമുള്ളൂ, പിന്നെ പാവർട്ടി പെരുന്നാൾ ഈ മാസം ആഘോഷങ്ങളുടെ ഒരു മാസമാണ്. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ എന്താ പറയുക, നല്ലതല്ലാത്ത കുറേ വാർത്തകൾ കേൾക്കണു, അതൊക്കെ ഒരു വഴി കൂടെ പോണു. അങ്ങനെ കിച്ചണിൽ വന്നപ്പോൾ ഞാൻ ഇവിടെ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അരിയൊന്നും ഇല്ലാണ്ട് ഉള്ളത് വെച്ചിട്ട് ഞാൻ ദോശ മാത്രം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ദോശയ്ക്ക് ഞാൻ പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ പൊടിയിട്ട് നല്ല ചമ്മന്തി. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വെറുതെ സാമ്പാറൊന്നും വെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നല്ല പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇട്ട് ചമ്മന്തി കൂടി ആയിപ്പോൾ ദോശ സൂപ്പറായി, നല്ല മുരുമുരാന്നുള്ള സൂപ്പർ ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ഡിവൈനാണ് ദോശയുടെ ഉസ്താദ്, സ്പെഷ്യലിസ്റ്റ് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ഭക്ഷണം ചായയൊക്കെ കുടിച്ച് നമ്മളുടെ ഫസ്റ്റ് ഇതിൻ്റെ വേണ്ടിയിട്ടിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കംപ്ലീറ്റ് മറ്റേ കുരിശാണ്. 1-2 പേര് ചോദിച്ച നിലയ്ക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ ഡ്രീം കളക്ഷൻസ് ഇതിടാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2-3 വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ച് ഇനി വോയിസ് ഓവറും കൂടി കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം മുടക്കില്ലാണ്ട് ഇടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്. അപ്പോൾ ഇത് കുറേ തരം കുരിശാണ് കേട്ടോ. ഇത് കുരിശിൻ്റെ മാത്രമാണ് ഇപ്പം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്ലെയിൻ കുരിശ് മതി എന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ പ്ലെയിൻ കുരിശായി. ചിലർ പറയും അയ്യോ ഇങ്ങനെ വള്ളിയും പുള്ളിയൊന്നും വേണ്ടെന്ന്. അപ്പോൾ അതങ്ങോട്ട് തിരിച്ചിട്ടാൽ പ്ലെയിൻ കുരിശായിട്ടോ. അപ്പോൾ അങ്ങനെ പലതരം കുരിശുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 3 പാറ്റേണിലത്തെ ഒരു വലിപ്പമാണ് കേട്ടോ. ഇത് വേറെ ഡിസൈൻ, ഇത് അതിൻ്റെ നേരെ താഴെ. ഇത് വളരെ കുഞ്ഞിതാട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് കാണുമ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ടെന്ന്, ഒരിക്കലുമില്ല, വളരെ കുഞ്ഞിയ കുരിശാണ് അത് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ കുരിശിൻ്റെ കല്ലിൻ്റെയൊക്കെ കണ്ടില്ലേ, നല്ല സൂപ്പർ കുരിശുകളാട്ടോ. അങ്ങനെ ഞാൻ ഇത് കഴിഞ്ഞ് നോക്കിയപ്പോൾ പിള്ളേരൊക്കെ പുറത്തേക്ക് പോയി. ഞാൻ നോക്കിയപ്പോൾ ഇതാണ് ഇവിടുത്തെ അംഗം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ. ഇനിയിപ്പോൾ കുട്ടികളുടെ വേഷവും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നടക്കുന്ന അംഗം. അപ്പം ഞങ്ങൾ കുറേയൊക്കെ കണ്ടില്ല എന്നൊക്കെ വെക്കും, അല്ലാണ്ട് നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കൊറിയർ വന്നതാണ്. അപ്പോൾ കുട്ടികളെങ്ങനെയാണെന്ന് വെച്ചാൽ കൊറിയറൊക്കെ വന്നു കഴിഞ്ഞാൽ പോയി വാങ്ങിച്ചുകൊണ്ടിരും. നമ്മൾ ഗേറ്റ് എപ്പോഴും ലോക്ക്ഡാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് നമ്മളകത്തില്ല എന്ന് വിചാരിച്ചിട്ട് പോകും, പക്ഷേ നമ്മൾ ലോക്ക് ചെയ്യാണ്ട് ഒരു നിവൃത്തിയില്ല. കാരണം 3 പേർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഒരു വകതിരിവാവേണ്ട ഒരു പ്രായമായിട്ടില്ലല്ലോ. 4ഉം 3ഉം 4ഉം, ഒരാൾക്ക് 4 വയസ്സ്, ഒരാൾക്ക് 4 വയസ്സ് ആവാൻ പോണു, മറ്റാൾക്ക് 2 വയസ്സായിട്ടില്ല. അപ്പോൾ ആ ഒരു കാറ്റഗറി ആകുമ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. അപ്പോൾ അങ്ങനെ ഓച്ചു അവർക്ക് എനർജി ഡ്രിങ്ക് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓച്ചു പറയായിരുന്നു ചെറുപ്പത്തിൽ ഞങ്ങൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ മമ്മി ഇങ്ങനെയല്ലേ ഞങ്ങൾക്ക് കൊണ്ടു തരാറുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. കാരണം ഞാനിങ്ങനെയായിരുന്നു, കുട്ടികളിങ്ങനെ കളിക്കുമ്പോൾ അപ്പോൾ ചിലപ്പോൾ അപ്പുറത്തുള്ള കുട്ടികളൊക്കെ നിന്നിട്ടാവും കളിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മൾ രാവിലെ കണ്ട കുട്ടപ്പന്മാർ ഇപ്പോൾ ഏത് രീതിയിലായിരുന്നു നോക്കിയേ, ഒക്കെ ഈ വേഷം. ഇനി കുറച്ച് കഴിയുമ്പോൾ കാണാം അടുത്തൊരു വേഷം. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ചാക്കോച്ചൻ സൈഡിലത്തെ ടാപ്പ് പോയിട്ട് തുറന്നിട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് നിൽക്കും. അതാണ് ചാക്കോച്ചൻ്റെ മെയിൻ ഹോബി കേട്ടോ. അപ്പോൾ കൂടെ പാച്ചുവിനെയും കൂട്ടി വിളിക്കും. തോമു പിന്നെ അങ്ങനത്തേനൊന്നും നിൽക്കില്ല. തോമുവിന് ഇത്തിരി വൃത്തിയൊക്കെ ഇത്തിരി കൂടുതലുള്ള കൂട്ടത്തിൽ. അവൻ മേത്തൊന്നും ആക്കില്ല, ആവശ്യമില്ലാണ്ട് വെള്ളം മേത്താക്കില്ല, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ 3 ആൾക്കും കൂടി ഒച്ച് എന്താ പറയുക, നേരത്തെ ഫുഡും കൊടുത്തായിരുന്നു. രാവിലത്തെ ഫുഡും ഇതുപോലെ 3 ആളെ ഒപ്പം നിർത്തിയിട്ടാണ് കൊടുത്തത്. അത് കഴിഞ്ഞ്
ജ്യൂസും കൂടി കൊടുത്തോട് കൂടിയിട്ട് അവരുടെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി കളി കഴിഞ്ഞിട്ട് അകത്ത് കയറാമെന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് വെച്ച് അപ്പാപ്പനെ ഏൽപ്പിച്ചിട്ട് ഓച്ചു അകത്തേക്ക് കയറിയിട്ടോ. പിന്നെ നമ്മൾ ഉച്ചയിലത്തെ പണികളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഡിവൈൻ്റെ മറ്റേ പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഞാനിരുന്നു. കാരണം എനിക്ക് അടുത്തത് 2 മണിക്ക്, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ 2 മണിക്ക് മുമ്പായിട്ട് കൊടുക്കണം, എന്നെങ്കിലേ അത് ഇന്നത്തെ പോസ്റ്റിൽ പോവുള്ളൂ. പിന്നെ തിങ്കളാഴ്ചയാണ്, ചൊവ്വയും ബുധനും എനിക്ക് തോന്നുന്നു പൂരത്തിന് മുടക്കൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. എന്നാലും നമ്മളത് കണക്കാക്കണമല്ലോ. അപ്പോൾ ഇത് കണ്ടമാനം സെറ്റ് ഇന്ന് പോയിട്ടോ. ഇനിയിപ്പോൾ രണ്ടാമത് എന്താ പറയുക, റീസ്റ്റോക്ക് ചെയ്തിട്ട് ഉണ്ടാവുള്ളൂ. ഇഷ്ടം പോലെ സെറ്റുകൾ പോയി. കാരണം ടർക്കോയ്സ് ബ്ലൂ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു കളറല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടിയപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ അത് ആവശ്യപ്പെടുകയും ചെയ്തു. കുറച്ച് സെറ്റ് ഞാൻ കൊടുത്തു. ഇനി ഓർഡർ കിട്ടിയിട്ടുണ്ട്, റീസ്റ്റോക്ക് ചെയ്തിട്ട് വേണം അവർക്ക് കൊടുക്കാനായിട്ട്. അതുപോലെ ഇന്നലെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ വള. അപ്പം ഇതും 2-3 എണ്ണം പോയിട്ടുണ്ടായിരുന്നു. പല ടൈപ്പിലാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു കുട്ടിക്ക് ഒരു ചേച്ചി പാദസരമായിട്ട് കൊണ്ടുപോയിന്ന്. അപ്പോൾ അത് ഇന്നലെ പറഞ്ഞ് കേട്ടിട്ടാന്ന് തോന്നുന്നുണ്ട് ഇന്ന് 2 പേര് പാദസരമായിട്ടാണ് തള പോലെ കൊണ്ടുപോയത് കേട്ടോ. അങ്ങനെ കണ്ടോ ഇവർ അടുത്ത ഒരു കളിയിലേക്കായി. ഒക്കെ എന്താ പറയുക, ഫുൾ ടൈം ഈ സാധനങ്ങളൊക്കെ വലിച്ചിട്ടില്ലെങ്കിൽ അവർക്കൊരു സമാധാനക്കേടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സോഫയുടെ കവർ അങ്ങോട്ട് മാറ്റി വെച്ചു. കാരണം അതും കൂടി വലിച്ചു വാരിയിട്ടിട്ട് ഒതുക്കേണ്ട ഒരവസ്ഥ. ഇതാകുമ്പോൾ കുഷ്യൻ മാത്രം എടുത്ത് വെച്ചാൽ മതിയല്ലോ. മറ്റേതാകുമ്പോൾ ഭയങ്കര മെനക്കട മറ്റേ കവർ ഉള്ളിലേക്ക് വെക്കാനും എടുക്കാനൊക്കെ. അപ്പോൾ കണ്ടോ ചാക്കോച്ചൻ്റെ പണി കണ്ടോ. ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് അവൻ്റെ മെയിൻ പണി. ഉരുള് ഇങ്ങനെ താഴെ ഇട്ടിട്ട് അതും ഇങ്ങനെ ഈ ഇതിൽ പോണ പോലെ പോവുക. 3 പേരും കണക്കാട്ടോ, ഒരാളല്ല 3 പേരും അങ്ങനെയാണ്. ഇനി മതി ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഡിവൈൻ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ്, ഇപ്പോൾ രാവിലത്തെ ഉച്ചയിലത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തോമുദേ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് എവിടെയാണെന്ന് നോക്കി. ഞാൻ പറയാറില്ല ഓരോ ദിവസവും ഓരോ സ്ഥലത്താണ്. ഇന്ന് അവൻ പാർക്ക് ചെയ്തത് സെറ്റിയുടെ മുകളിലാണ്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ മുറ്റത്ത് ഓടുന്ന വണ്ടിയാണെങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യണതുകൊണ്ട് ചളിയൊന്നും ആവണില്ല. കാരണം മുറ്റത്ത് മണ്ണ് അങ്ങനെ ഇല്ലല്ലോ. എന്നാലും പൊടിയൊക്കെ ഉണ്ടാവും. നമ്മളത് തട്ടി വൃത്തിയാക്കുക എന്നല്ലാണ്ട് നിവൃത്തിയില്ല. കുട്ടികളല്ലേ, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഉച്ചയിലത്തെ ലഞ്ച് അപ്പോഴേക്കും ഡിംപിളും ഡിവൈനും കൂടെ റെഡിയാക്കി. പിന്നെ ഒരു പുതിയ സാധനം എന്നിട്ട് മൊഹബത്ത് കാ സർബത്ത് അങ്ങനെ എന്നിട്ട് അങ്ങനെ പറഞ്ഞു. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പണിപ്പുരയിലായിരുന്നു ഇവർ 2 പേരും. അപ്പോൾ ഡിംപിൾ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ഡിഷുകൾ ഉണ്ടാക്കി നമുക്ക് തരും. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് കഴിച്ചാൽ മതി. അവളിതൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെപ്പോഴും വഴക്ക് പറയുക ചെയ്യുക ഇത് കഴിക്കാത്തതിന്. അങ്ങനെ ഇവരൊക്കെ പോയതിന് ശേഷം നമ്മുടെ കൊണ്ടുവന്ന കൊറിയർ ഞാൻ പൊട്ടിച്ചു നോക്കിയപ്പോൾ 4 നല്ല ചെടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ്. അപ്പോൾ ഞാനിത് 4 എണ്ണം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കോംബോ ആണ്. അപ്പോൾ ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വന്നപ്പോൾ എനിക്ക് ഇത്രയും നല്ല ഭംഗിയിലുണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാണാവോ എന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് പോയിട്ട് കണ്ടു വാങ്ങിയത് കേട്ടോ. പക്ഷേ ഇത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കല്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാതും അതെ. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ചട്ടിയിൽ നിന്ന് മറ്റേ ചട്ടിയുടെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പുറത്തത്തെ ചെടിയാണെന്ന് തോന്നുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. ശരിക്കും ഒരു 3-3:15 തൊട്ട് ഒരു 6:30 വരെ 6 മണി വരെ ശരിക്കും കിടന്നുറങ്ങി. അപ്പോൾ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 4:30 ആകുമ്പോൾ ഡാഡി ഉച്ചതിരിഞ്ഞ് പോകുമ്പോൾ ഇന്ന് പിന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ, നാളെ ഞായറാഴ്ചയല്ല. അപ്പോൾ ഇനി ഉച്ചതിരിഞ്ഞിലത്തെ പാക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഡാഡി എന്ത് കാണിച്ചെന്ന് വെച്ചാൽ ഡാഡി പോകുമ്പോൾ പുറത്തൊന്നും ഇങ്ങനെ പതുക്കെ അടച്ചിട്ടിട്ടാണ് പോവുക. അപ്പോൾ പിന്നെ നമുക്ക് സൗകര്യമായിട്ട് എന്താ പറയുക ആയം പോലെ എണീറ്റാൽ മതി. അങ്ങനെ ഞങ്ങളിത് 6:15 അതിൻ്റെ എണീറ്റ് തുണികളൊക്കെ കൊണ്ടുവന്ന് ഇട്ടു. അപ്പോൾ ഇത് മുഴുവൻ ഡിംപിൾ ഒരു വശത്ത് നിന്ന് മടക്കി. അത് കഴിഞ്ഞ് ഇവർ വൈകുന്നേരത്തെ ഡാൻസും പരിപാടികളും തുടങ്ങി. അടുത്ത ഒരു ഇത്. അപ്പോൾ പാച്ചു ഇത്തിരി ഉറങ്ങി എണീക്കാനായിട്ട് കുറച്ച് ലേറ്റായി. അവനിങ്ങനെ എന്താ പറയുക, ഉറക്കത്തിൽ പെട്ടെന്ന് സ്വപ്നം കണ്ട് ചാടി എണീറ്റ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അത് കാരണം അവൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവൻ താഴേക്ക് ഗോതയിലേക്ക് ഇറങ്ങിയെന്ന് പറയും, ഞങ്ങളങ്ങനെ പറയും. അങ്ങനെ അവരൊക്കെ ഇറങ്ങി മുറ്റത്ത് ഡാഡീൻ്റെ കൂടെ കളിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ പട്ടികൾക്കുള്ള ഭക്ഷണം കൊടുത്ത് തിരിച്ച് വരുമ്പോഴാണ് ഇവിടെ നാത്തൂനും എണ്ണയിടാണ് തലയിൽ കേട്ടോ. അപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണയിടും. അപ്പോൾ ഡിംപിളിൻ്റെ എൻ്റെയും മുടിയുടെ കൊഴിച്ചിലൊക്കെ ഭയങ്കര വ്യത്യാസമായി. പക്ഷേ ഡിംപിളിന്
ഭയങ്കര മുടി കൊഴിച്ചിലാട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മറ്റേ ഫോളി ഹെയർ ഞങ്ങളൊരു ഇത് കഴിക്കാറുണ്ട്, അപ്പോൾ അത് കഴിച്ചാൽ മതി. കാരണം എനിക്കും ഡിംപിളിനും ഭയങ്കര ബെറ്ററായി. ഇനിയിപ്പോൾ ഡിവൈൻ അതൊന്ന് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഡിംപിളിൻ്റെ പുറത്ത് ഭയങ്കര വേദനയാണ്, ഈ കഴുത്തിൻ്റെ അവിടെ ഭയങ്കര വേദനയാണ്. അപ്പോൾ ഡിവൈൻ പറയായിരുന്നു എന്തെങ്കിലും വെച്ചൊന്ന് ഒഴിഞ്ഞാലും എടുത്താലും. ഡിംപിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മരുന്നുകൾ കഴിക്കാൻ ഭയങ്കര മടിയാണ്, അതുപോലെ ഈ കഷായം അതൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ നേരമാണ് ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങളുടെ ഒരുമിച്ചുള്ള സമയം. അപ്പോൾ ഈ സമയത്താണ് വല്ല എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കി എടുക്കുകയൊക്കെ ചെയ്യുക. ഈ സമയത്താണ് ഞങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്ന് ഡിവൈൻ എന്ത് കാണിച്ചെന്ന് വെച്ചാൽ നമ്മൾ മാങ്ങ ഉപ്പിലിട്ടുണ്ടായിരുന്നല്ലോ ഡിവൈൻ, അത് നല്ല ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പിന്നെ എന്നിട്ട് ചുവന്നുള്ളി വെളുത്തുള്ളി ഉണ്ട് തോന്നുന്നുണ്ട്, നല്ല ചതച്ച് അതൊക്കെ മിളകൊക്കെ ഇട്ട് ചതച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എൻ്റെ വായയിൽ ഇപ്പോഴും വെള്ളം വരിക. അപ്പോൾ അത് ഇടയിലൊന്ന് കഴിച്ചു. പിന്നെ ഇന്ന് എന്തിട്ടാ പിന്നെ കുട്ടികൾക്ക് അവരുടേതായ സാധനങ്ങളൊക്കെ വറുത്ത് കൊടുത്തു. അതൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ രാത്രി എനിക്ക് തോന്നുന്നു 8:30 ഉണ്ട്, ഡോൺ എത്രേൻ്റെ തൊട്ട് മുമ്പാട്ടോ. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് അപ്പോൾ ഡിംപിളുടെ എണ്ണയിടൽ കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തലയിലും കുറച്ച് എണ്ണ ഇട്ടു. അങ്ങനെ എനിക്ക് ആ ചിപ്പ എണ്ണയിടാൻ ഭയങ്കര പേടിയാണ്. ഞാൻ അന്നാളൊരു ദിവസം ഇതുപോലെ കാലത്തിട്ടിട്ട് വൈകുന്നേരം സാധാരണ അങ്ങനെ ചെയ്യാറുള്ളതാണ്, പക്ഷേ ചെയ്തപ്പോൾ എനിക്ക് ആ ശബ്ദത്തിനൊക്കെ ഒരു ഇത്തിരി പ്രശ്നം വന്നല്ലോ. അപ്പോൾ ഡിംപിളിൻ്റെ മുടിയൊക്കെ മെടഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ തോമു പറയുക ഓച്ചു ഭയങ്കര സുന്ദരിയായിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കേട്ടിട്ട് ഞങ്ങൾ കളിയാക്കുക. അപ്പോൾ ഓച്ചു പറയാറുണ്ട് ഇനി ഞാൻ ചത്താലും സാരമില്ല എന്ന്. അപ്പോൾ അവരങ്ങനെ ഇങ്ങനെയൊന്നും പറയില്ല. അപ്പോൾ ഇന്ന് ഓച്ചുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഓച്ചു നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓച്ചുവിനും അത് ഞങ്ങളൊക്കെ കളിയാക്കായിരുന്നു തോമുവിനെ, നീ സൗന്ദര്യം നോക്കി തുടങ്ങിയോടാന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ എനിക്കും എണ്ണയിട്ടത്. അപ്പോൾ കുട്ടികൾ പറയായിരുന്നു നല്ലോണം നരച്ചു മമ്മി ഡൈ ഉള്ളിലൊക്കെ നരച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഉള്ളിലത്തെ ഒന്നും കാണുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ എന്താ പറയുക ഈ സമയം ഇങ്ങനെയാണ്. ഇപ്പം ഇങ്ങനെ ഇത്രയും സ്വസ്ഥമായിട്ടിരിക്കുന്നത് നാളെ ഞായറാഴ്ച ആയതുകൊണ്ടാട്ടോ. നാളേക്ക് പാക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയില്ലേ പിറ്റേ ദിവസം മുടക്കായി കഴിഞ്ഞാൽ തലേ ദിവസം ഇതുപോലെയാണ്, ഒരൊറ്റ ഇരിപ്പാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോൺ വന്നു. ഡോൺ ഇന്ന് ജീപ്പും കൊണ്ടാണ് വന്നേക്കണേ. അപ്പോൾ ഇനി ജീപ്പിന് വേറെ പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറയില്ലേ കാറ്, ജീപ്പ്, ബസ്, ലോറി അത്രയേ ഉള്ളൂ, അല്ലാണ്ട് അതിൻ്റെ മോഡലും കാര്യങ്ങളൊന്നും പറയാനായിട്ട് എനിക്കറിയില്ല. പറയുമ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ കുട്ടികൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിവൈൻ കണ്ണടയ്ക്കാൻ പറയുക. അപ്പോൾ മറ്റേ സ്വിഗ്ഗിയിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഓരോ മറ്റേ മിൽക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇവരുടെ ഡ്രസ്സ് കണ്ടോ ഒക്കെ തലതിരിഞ്ഞ് കിടക്കണുണ്ടോ, ഇത് ട്രൗസറൊക്കെ കയറ്റിയിട്ടുണ്ട്, അതായത് വണ്ടി ഓടിക്കുമ്പോൾ കയറണതാണ്. അങ്ങനെയൊക്കെ വാങ്ങിയതിന് ശേഷം ഒരു ഉമ്മവും കൊടുത്ത് പോയിട്ട് ബാക്കി ഡോണിൻ്റെ കൂടെയാണ് പിന്നത്തെ കളി കേട്ടോ. അപ്പോൾ ചാക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ പാട്ട് വെച്ച് കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം ഡാൻസും ഇപ്പോൾ പാട്ടും പാടി തുടങ്ങിയിട്ടാണ്. അപ്പോൾ അവർ സിനിമയിലത്തെ സ്റ്റൈലിൽ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഗാനം എന്താ പറയുക രംഗങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ തോമുവിന് ഉറക്കം വന്നു തുടങ്ങി, പാച്ചുവിന് ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ രാത്രിയിലത്തെ ഭക്ഷണ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ബീഫായിരുന്നു, ഉള്ളി ബീഫ് എന്ന് അങ്ങോട്ട് പറഞ്ഞത്. ഉള്ളി എന്തോ ഒരു പ്രത്യേകത പറഞ്ഞു, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ അത് പിന്നെ ഉണ്ടായിരുന്നു. ഇന്ന് എന്താ ചോറ് വയ്ക്കാൻ കാരണം എന്ന് വെച്ചാൽ ഉച്ചയിലത്തെ രസം ബാക്കിയുണ്ടായിരുന്നു, ചീരുപ്പേരി ബാക്കിയുണ്ടായിരുന്നു, മീൻ വറുത്തതുണ്ടായിരുന്നു. അപ്പോൾ ഈ ബീഫും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ചോറാക്കാമെന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ ചോറായിരുന്നു. എല്ലാം നല്ല രസമുള്ള ഒരു ഭക്ഷണമായിരുന്നു കേട്ടോ. പിന്നെ ഡിവൈൻ്റെ മാങ്ങ ചതച്ചത് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞതേ അവരൊക്കെ പോവുകയാണ് മുകളിലേക്ക്. ഇനി കുളിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവരൊക്കെ എടുത്തി ഉറക്കാനായിട്ട്, എന്നിട്ട് വേണം ഡിവൈനൊന്ന് ഫ്രഷ് ആവാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ അതെ നമ്മുടെ പാച്ചു പിന്നെ ഇന്ന് ഉച്ചതിരിഞ്ഞ് വല്ലാണ്ട് വയർത്തിട്ടില്ല, കാരണം ഉറങ്ങി എണീക്കാനായിട്ട് കുറച്ച് ലേറ്റായി. മറ്റവരൊക്കെ വയർത്തുള്ളൂ, പ്രത്യേകിച്ച് ചാക്കോച്ചന് നല്ല വയർപ്പാണ്. പക്ഷേ ഞാൻ എന്ത് കാണിക്കുന്നത് വെച്ചാൽ ഒരു സന്ധ്യ ആയി കഴിയുമ്പോൾ ഒരു 6:30-7 ആകുമ്പോൾ കുറച്ച് നേരം AC ഇട്ട് വെക്കും ഹാളിൽ, കിച്ചണിലത്തെ ഡോറൊന്ന് അടച്ചാൽ മതിയല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഫാനും കൂടി ആകുമ്പോൾ ഓക്കെ ആവും. പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. അല്ലെങ്കിൽ ചാക്കോച്ചന് ഒട്ടും പറ്റില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാലോ അന്തരീക്ഷത്തിലത്തെ ചൂട്, പ്രത്യേകിച്ച് നമ്മൾക്കൊക്കെ വീശ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഫാനിൻ്റെ അടിയിൽ പോയിരിക്കുക. കുട്ടികളെ സംബന്ധിച്ച് അവർക്കത് അറിയില്ല. അങ്ങനെ അവരെല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിംപിളിനോട് പറഞ്ഞു, ഡിംപിളും മോനെയും കൊണ്ട് പോയിട്ട് അവൻ്റെ കാര്യങ്ങൾ ചെയ്ത് അപ്പോഴേക്കും ഇവിടെയൊക്കെ കംപ്ലീറ്റ് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിനി ബാക്കിയുള്ളത് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, പിന്നെ ഇവിടെ എന്തെങ്കിലും പുറത്തിരിക്കണമെങ്കിൽ അതൊന്ന് അകത്ത് വയ്ക്കുക, ഇവിടെ എന്തെങ്കിലും വലിച്ചു വാരിയിട്ടുണ്ടെങ്കിൽ ഒതുക്കുക. എനിക്ക് മെയിനായിട്ട് ഒതുക്കലാണ്, നിങ്ങൾക്കറിയാലോ എനിക്കിഷ്ടവും അത് തന്നെയാണ്.
അങ്ങനെ ഞാൻ എല്ലാം ഇട്ട് പട്ടികൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മൊത്തം ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടുത്തെ സൂപ്പർവൈസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ചെടികൾ ഇനിയും നടാനൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു സമാധാനത്തിലാവാം, കാരണം കിട്ടുന്ന സമയം നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമ്പോൾ റെസ്റ്റ് എടുക്കുക, അല്ലാത്തപ്പോൾ ഓരോന്ന് ചെയ്യാം. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, ഞാനിപ്പോൾ വിചാരിക്കുന്നത് കേട്ടോ. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനത്തെ ഒരു ശീലം ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഞാൻ കിടക്കുകയില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നി ഉച്ചയ്ക്കൊക്കെ കുറച്ച് നേരം കിടന്ന് കഴിഞ്ഞ് എന്തിനാ ഇങ്ങനെ പരാക്രമം അടിച്ചിട്ട് ജോലി എടുക്കണേന്നൊരു തോന്നലാണ് ചില നേരത്തെ കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സമയം 12ആയി. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ലോണം കിടന്നുറങ്ങിയതുകൊണ്ട് എൻ്റെ ഉറക്കം നല്ലോണം ലേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഞാൻ നാളേക്കുള്ള തിങ്കളാഴ്ച എടുത്തു വെക്കാനുള്ള കുറച്ച് സാധനങ്ങൾ എനിക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് നാളെ രാവിലെ പള്ളിയിൽ പോണതിൻ്റെ മുമ്പായിട്ട് ഡാഡി, ഞങ്ങൾ 10 മണിയുടെ കുർബാനയ്ക്ക് പോവുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഡാഡിക്ക് അത് ഒതുക്കി കവറുകളിലാക്കി വെക്കുക. അപ്പോൾ ഞാനിതൊക്കെ എനിക്ക് ഉറക്കം വന്നില്ലെങ്കിൽ ഞാൻ ഈ വക പണികളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് മറ്റേ ഒരു പാർട്ടിക്ക് ആവശ്യമുള്ളതാണ് നമ്മളുടെ നവരത്നത്തിൻ്റെ ഫുൾ സെറ്റ്. അപ്പം മാല പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കണം, ബാക്കി അല്ലാതെ ഇവിടെ ഉണ്ട്. ഈ വള ഞാൻ എപ്പോഴും പറയും എൻ്റെ കൈമേലത്തെ വളയാട്ടോ ഇത്. ഭയങ്കര ഐശ്വര്യമുള്ളവർ ഈ നമ്മൾ ദിവസത്തിൽ ഞാൻ പറഞ്ഞില്ലേ 4 പ്രാവശ്യമാണ് പാക്കിങ്ങും കാര്യങ്ങളും. ഒരു വട്ടെങ്കിലും ഈ വളയില്ലാണ്ടിരിക്കില്ല. അതുപോലെ ഈ മാല അതെ സൂപ്പർ മാല കേട്ടോ, 2 ലെയറിൻ്റെ നല്ല തരം മാലയാണ്. അതിനൊരു പേരുണ്ട്, എനിക്ക് പറയാനറിയില്ല. അങ്ങനെ ഞാൻ ചെടികളൊക്കെ വെറുതെ കോണിമേലേക്ക് എടുത്ത് വെച്ചു. അത് നല്ല ഭംഗിയിൽ വെക്കണം ഇനി എവിടെയെങ്കിലുമൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇന്ന് നേരത്തോടെ കിടന്നുറങ്ങാം. നേരത്തോടെ എന്ന് പറഞ്ഞാൽ 12 മണി കഴിഞ്ഞു കേട്ടോ. എന്നാലും എനിക്ക് ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് സുഖമായിട്ട് ഉറങ്ങിയ കാരണം അങ്ങനെ ഒരു ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ നാളെ 10 മണിയുടെ കുർബാനയ്ക്ക് എന്ന് പറയുമ്പോൾ 9:30 ആകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുക. അപ്പോൾ അതുവരെ ഇഷ്ടംപോലെ സമയമുണ്ടൊന്ന് കിടക്കാനോ ഇരിക്കാനോ ഒക്കെ. അപ്പോൾ പിന്നെ വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇപ്പം നാളത്തെ വിശേഷമായിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുകയാണ്. മാക്സിമം എൻജോയ് ചെയ്യുക. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.